ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ പഴയ വാഷ് ബേസിൻ്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ച് മാറ്റുകയാണ്. അതിനുശേഷം പുതിയ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച് എല്ലാവരും സെറ്റായിട്ടിരിക്കുക കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടുതലാണ്, അപ്പോൾ ഈ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ സ്പീഡാക്കുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്ത് ആവും വീഡിയോ. അപ്പോൾ അത് വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡാക്കിയിട്ട് ഷൂട്ട് ചെയ്തത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ ക്യാബിൻ ചേർത്ത് വയ്ക്കുമ്പോൾ ടൈലിൻ്റെ പീസ്, അതായത് ടൈലിൻ്റെ സൈഡ് കോർണർ ഉള്ളതുകൊണ്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ സാൻഡർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വളയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കുന്നത് കേട്ടോ. ഇതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈൽ കോർണറിൻ്റെ ഭാഗം ഉള്ളതിനാൽ തടസ്സം വരും. അപ്പോൾ ആ തടസ്സം ഒഴിവാക്കിയിട്ട് ക്യാബിൻ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ വാഷ് ബേസിന് വന്നിട്ട് 13,000 രൂപയാണ് കേട്ടോ വരുന്നത്. അതിൽ ടാപ്പ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. എല്ലാ ആക്സറീസും അടക്കം 13 സംതിങ് ആണ് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയ്ക്കും ബായ്.